ഹരി ബ്രഹ്മാർപ്പണമസ്തു. ഏവർക്കും എൻ്റെ പുതിയ മറ്റൊരു വീഡിയോയിലേക്ക് സകർഷം സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണോ എന്നുള്ള ശുഭാപ്തി ചിന്തനത്തോടുകൂടി 2025 ജൂലൈ മാസം 15-ാം തീയതി മലയാള വർഷം 1200-ാം ആണ്ട് മിഥുനമാസം 31-ാം തീയതി ചൊവ്വാഴ്ച ദിനം അതീവ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിനഭാവമാണ് ഇന്നത്തെ ദിനം എന്ന് പ്രത്യേകം എടുത്തു പറയേണ്ടതായിട്ടുണ്ട്. ചൊവ്വാദോഷങ്ങൾ മൂലമുള്ള പാപകർമ്മങ്ങളിൽ പെട്ടുഴലുന്ന മനുഷ്യജന്മങ്ങൾക്ക് അതീവ ശ്രദ്ധേയനായിട്ടുള്ള ശ്രീ മുരുകസന്നിധിയിൽ അഭയം പ്രാപിച്ചു കഴിഞ്ഞാൽ ഗുണനിലവാരത്തിലൂടെ ജീവിതഭാവത്തെ ഉയർത്തുവാനുള്ള ഊർജഭാവങ്ങളെ ഭഗവാനിലൂടെ ലഭ്യമാകും. ആയതിനാൽ വേല്, ഭസ്മം, മാമ്പഴം ഭഗവാന് സമർപ്പണം, മനസ്സോടുകൂടിയുള്ള സമർപ്പണം എന്താണോ അവനവൻ്റെ ശക്തിക്കനുസൃതമായി അനുഷ്ഠിച്ചാൽ ചൊവ്വാദോഷം മൂലമുള്ള പാപക്കറകളിൽ നിന്ന് മുക്തി നേടാവുന്ന ഒരു ദിനഭാവമാണ്. അതുകൂടാതെ ഇന്ന് മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് കൃഷ്ണപക്ഷ പഞ്ചമി അഥവാ നാഗപഞ്ചമി എന്നറിയപ്പെടുന്ന ദിനമാണ്. പഞ്ചമി ദിനത്തിൽ അതീവ ചൈതന്യവത്തായിട്ടുള്ള ദേവിയാണ് വരാഹി ദേവി. വരാഹി ഉപാസനകൾക്ക് ഏറ്റവും ശ്രേഷ്ഠമായ ദിനഭാവമാണ്. ഉപാസന അനുഷ്ഠിക്കുന്ന സജ്ജനങ്ങൾക്കും അല്ലെ വരാഹി ദേവിയെ ഇഷ്ടമുള്ള സജ്ജനങ്ങൾക്കും രാത്രിയുടെ 2-ാം യാമത്തിൽ ശുദ്ധിയായി അതീവ ശ്രദ്ധേയമായിട്ടുള്ള വരാഹി മന്ത്രാർച്ചനകൾ വടക്കോട്ട് ദർശനമാക്കി പന്തമോ അതല്ലെന്നുണ്ടെങ്കിൽ നിലവിളക്ക് 5 ദീപമോ ഇട്ട് അനുഷ്ഠിച്ചാൽ വളരെയധികം പ്രത്യേകതയാർന്ന ജീവിതത്തെ ശോഭനമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ ശ്രദ്ധേയമായിട്ടുള്ള ഒരു ദിനമാണ്. ഇനി പറയുവാൻ പോകുന്നത് നാഗപഞ്ചമി. നാഗപഞ്ചമി എന്ന് പറയുമ്പോൾ നാഗങ്ങൾക്ക് ശക്തി ലഭ്യമാകണ ഒരു ദിനമാണ്. ജനമേജയനിൽ നിന്ന് സർപ്പസത്രം നടത്തുക വഴി ശ്രേഷ്ഠമായിട്ടുള്ള ഭാവ തലത്തിലേക്ക് എത്തിച്ചേർന്ന നാഗരാജാക്കന്മാർ അത്യധികം പൂർണ്ണ സന്തോഷപ്രീതിയോടുകൂടി ധന്യമാകണ ദിനഭാവമാണ്. നമ്മൾക്കറിയാം, നമ്മുടെ നിത്യജീവിതത്തിൽ നാഗശാപങ്ങൾ, നാഗദോഷങ്ങൾ തുടങ്ങി അനുഭവ ഭാവത്തിൽ ജീവിതം വളരെയധികം നരകയാതനകളിൽ പെട്ടുഴലുന്ന സജ്ജനങ്ങൾക്ക് ഇന്ന് കാവുകൾ ദർശിക്കുക, അതുപോലെ തന്നെ അവിടെ നെയ്ത്തിരികൾ, മഞ്ഞത്തിരികൾ അതൊക്കെ കൊളുത്താവുന്നതാണ്. നെയ്യിൽ മഞ്ഞപ്പൊടിയും കൂടി കലർത്തി അത് തിരിയാക്കി അത് ഭഗവാന് സമർപ്പിക്കുക വഴി നാഗദോഷങ്ങൾ ശമിക്കുകയും ആയതുപോലെ മഞ്ഞൾപ്പൊടി, മഞ്ഞപ്പട്ട്, കുരുമുളക്, കല്ലുപ്പ് ഇവയൊക്കെ സമർപ്പിക്കുക വഴി നാഗശാപങ്ങളിൽ നിന്ന് വിട്ടൊഴിയുകയും അഭിഷ്ടമായിട്ടുള്ള രീതിയിൽ നാഗങ്ങൾ നമ്മളിലേക്ക് വന്നു ചേരുവാനായിട്ട് അതീവ ശ്രദ്ധേയമായിട്ടുള്ള അഷ്ടനാഗ മന്ത്രം 108 ഭാവത്തിൽ അനുഷ്ഠിക്കുകയും ഭഗവാന് ദീപപ്രകാശങ്ങൾ ചൊരിയുകയും ചെയ്തു കഴിഞ്ഞാൽ ജീവിതം മനോഹരമാക്കാവുന്നതാണ്. കാവുകളിൽ ദർശനം നടത്തുമ്പോൾ ശ്രദ്ധിക്കണം, വളരെ ശുദ്ധിയോടും പവിത്രമായും വേണം അവിടേക്ക് നമ്മൾ കടക്കുവാൻ. സന്ധ്യ കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടേക്ക് പോകുകയും ചെയ്യരുത്. അതേപോലെ സ്ത്രീജനങ്ങൾ മുടിയൊക്കെ കെട്ടി
വളരെ ശുദ്ധിയോടുകൂടി വേണം കാവുകളിൽ പ്രവേശിക്കുവാൻ, അല്ലെങ്കിൽ വളരെയധികം പാപത്വത്തെ നമ്മളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. പിന്നെ നാഗദോഷ സഹജമായ എല്ലാ ദുരിതങ്ങൾക്കും അറുതി വരുത്തുവാനുള്ള ഒരു ദിനമാണ്. ഇഷ്ടമുള്ള വഴിപാടുകൾ നമ്മളങ്ങോട്ട് ഭഗവാൻ അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഒപ്പം ഉണ്ടാകും നാഗരാജ സാന്നിധ്യം. ഊണിലും ഉറക്കത്തിലും എന്ന് വേണ്ട, എല്ലായ്പ്പോഴും നല്ല നല്ല അവസ്ഥകളെ ധന്യമാക്കുവാൻ നാഗരാജാക്കന്മാരുടെ സാന്നിധ്യമുളവാകും. വെട്ടിക്കോട്, മണ്ണാറശാല, പാമ്പുമേക്കാവ് തുടങ്ങിയ നാഗരാജ ക്ഷേത്രങ്ങളിൽ ഇന്ന് ദർശനം നടത്തുന്നതും ആ സ്ഥാനമാനങ്ങളിൽ ചെന്ന് ശക്തിക്കൊത്ത വഴിപാടുകൾ അനുഷ്ഠിക്കുന്നതൊക്കെ വളരെയധികം ഗുണമാണ്. അതേപോലെ തന്നെ സന്തതി പരമ്പര ഇല്ലാത്ത സജ്ജനങ്ങൾക്ക് ശ്രേഷ്ഠ സന്തതി പരമായിട്ടുള്ള കർമ്മങ്ങൾക്ക് നാഗരാജാവിന് ഇന്ന് ഉത്തമ വഴിപാടുകൾ അനുഷ്ഠിക്കാവുന്ന ദിനമാണ്. ഇതൊക്കെ ഒന്ന് ഓർമ്മപ്പെടുത്തുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഇന്ന് നിങ്ങൾക്ക് മുൻപാകെ സമർപ്പിച്ചിരിക്കുന്നത്. ഇന്നത്തെ ദിവസത്തെ ഒരു കാരണവശാലും നിങ്ങൾ മാറ്റി നിർത്തരുത്. ഉപയോഗപ്രദമാക്കുവാൻ സദയം ശ്രമിക്കുക. ആയതുകൊണ്ട് ഒട്ടേറെ ഗുണങ്ങളാണ് നമ്മളിലേക്ക് വന്നു ചേരുക. മിഥുനമാസത്തിൻ്റെ അവസാന ദിനഭാവത്തിലേക്ക് കടക്കുമ്പോൾ വളരെയധികം പ്രയോജനകരമായി നമ്മുടെ ജീവിതം നല്ല ഒരു മാസത്തിലേക്ക് കടക്കുവാനുള്ള, അതുവഴി ആയുസ്സിന്, ആരോഗ്യത്തിന്, ധനം, ധാന്യം തുടങ്ങിയ എല്ലാ കർമ്മതലങ്ങളിലും ശ്രേഷ്ഠത ലഭ്യമാകുവാൻ പറ്റുന്നൊരു ദിനഭാവം ശ്രദ്ധയോടുകൂടി ആചരിക്കുക. വീഡിയോ ഇഷ്ടമായവർ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന വ്യത്യസ്തങ്ങളായിട്ടുള്ള വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി വന്നു ചേരുന്നതാണ്. അന്നേരം മറക്കാതെ ശ്രദ്ധയോടുകൂടി ആചരിക്കുക. അടുത്ത പുതിയൊരു വീഡിയോയുമായി വരും വരെ എവർക്കും നന്ദി, നമസ്കാരം. ഓം ലോകാ സമസ്ത സർവം സുഖിനോ ഭവന്തു.